എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കൊറിയൻ കേപ്പോപ്പ് കൾച്ചറിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡ്രാമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കേപ്പോപ്പ് ആർട്ടിസ്റ്റും ഒരു ലോയറും തമ്മിലുള്ള റിലേഷനാണ്. ഇവൻ്റെ തന്നെ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പറിൻ്റെ മർഡർ കേസിൽ ഒരു അക്യൂസ്ഡ് ആവാണിവൻ. സസ്പെക്റ്റാണിവൻ. ഇവനെ സംശയിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവനെ ഒരുപാട് ആരാധിക്കുന്ന ഒരു ലോയറായ പെൺകുട്ടി ഇവൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കഥയാണ്. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു കേപ്പോപ്പ് ആർട്ടിസ്റ്റ് എന്തൊക്കെ മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്നത് എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു ക്രേസി ആയിട്ടുള്ളൊരു സ്ട്രോക്കർ ഇവനെ നിരന്തരം പിന്തുടരുകയും ഇവൻ പോകുന്നിടത്തൊക്കെ അവനെ പിന്തുടരുകയും അതുപോലെ തന്നെ ഇവൻ എത്ര ഫോൺ നമ്പർ മാറ്റിയാലും ആ ഫോൺ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഇവനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണം അവൻ ഒരുപാട് തവണ പാനിക് അറ്റാക്കൊക്കെ വരുന്നുണ്ട്. ഇവൻ്റെ കാതിലൊക്കെ റിങ്ങിങ് സൗണ്ടൊക്കെ കേൾക്കുകയാണ്. ഒരു ദിവസം ഫാൻ മീറ്റിലും ഇവള് വരുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയും അവനെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അത് കാരണം അവന് സിവിയറായിട്ടൊരു പാനിക് അറ്റാക്ക് വരാണ്. അവൻ ടാബ്ലറ്റ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കയ്യിലെ വിറയൽ കാരണം അവനത് കഴിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ പാനിക് അറ്റാക്ക് അവന് കൺട്രോൾ ആക്കാൻ പറ്റാത്ത രീതിയിൽ സിവിയർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊരു ആർട്ടിസ്റ്റിനെ ആരാധിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ഗ്യാപ്പ് സെറ്റ് ചെയ്യണം. കാരണം അവർക്ക് അവരുടേതായ ലൈഫുണ്ട്, നമുക്ക് നമ്മുടേതും. അവരെ ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള രീതിയിൽ ടോർച്ചർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.